ഇപ്പോ കള്ളൂടിയും വ്യഭിചാരവും ആറാട്ടും പേക്കൂത്തും ചാടിപ്പോകും മാത്രമൊന്നല്ല, അപ്പൊ ഇസ്ലാമിൽ നിന്ന് ചാടിപ്പോവാണ്. കാരണം എന്താ? മൊബൈൽ മാത്രമാണ്, വേറൊന്നുമല്ല. അഷ്കറികൾക്ക് സംഭവിച്ചതാണ്ട 2.5 കൊല്ലത്തെ കൊറോണയിൽ മൊബൈൽ എടുത്തുകൊണ്ട് ആവശ്യമില്ലാതെ യുക്തിവാദികളുടെ പ്രസംഗം കൃത്യമായി ആ കാര്യത്തെ കുറിച്ച് പഠിക്കാതെ കേൾക്കാൻ തുടങ്ങിയ വസ്വാസ് സ്വാഭാവികമാണ്. പഠിച്ചിട്ടുണ്ടാവാം, ആ ഭാഗം പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഏതും അങ്ങനെയല്ലേ, ആ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിനൊരു ഹിക്മത്ത് വേണമല്ലോ. എന്നൊരിക്കലും ഒരു യുക്തിവാദി വിളിച്ചുകൊണ്ട് വസ്വാസാക്കാൻ നോക്കി. യുക്തിവാദികളുടെ പ്രസംഗം കേട്ടുകൊണ്ട്, ഈ രവീന്ദ്രൻ സാറെ പ്രസംഗം കേട്ടുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി വാതിൽക്കൽ നിന്നിട്ട് പുറത്തോക്കി ഇങ്ങനെ തുപ്പുന്നൊരു ചെറുപ്പക്കാരൻ. അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മുടെയൊക്കെ പ്രസംഗം കേട്ടിരുന്ന ആളാ. ഒരിക്കൽ എനിക്ക് വിളിച്ചുകൊണ്ട് വെച്ചു, ഖുർആൻ മൊത്തം ഉടായിപ്പാണെന്ന് പറഞ്ഞു. ഖുർആൻ മൊത്തം ഉടായിപ്പാണ്. എന്താ മോനെ അങ്ങനെ പറയുന്നെന്ന് വെച്ചാൽ, അപ്പൊ എന്നോട് പറഞ്ഞു ഖുർആനിലൊക്കെ ഉള്ളത് പരസ്പരം വൈരുദ്ധ്യാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഖുർആനിലൊക്കെ വൈരുദ്ധ്യം എന്ന് എന്നോട് ആര് പറഞ്ഞു? അത് നിങ്ങളും 2 മണിക്കൂർ രവീന്ദ്രൻ സാറെ പ്രസംഗം കേട്ടാ നിങ്ങളും പറയും, എന്താ പഠിപ്പ്. നമ്മളും പറയും. ഞാൻ പറയില്ല എന്നുള്ള ഈ തീരുമാനിക്കണ്ടല്ലോ, അത് ഞാനല്ലേ തീരുമാനിക്കണ്ടേ? ആയിക്കോട്ടെ, ഖുർആനിലെ മൊത്തം പരസ്പരം വൈരുദ്ധ്യാണ് എന്നുള്ളത് സാറെ പ്രസംഗം കേട്ടിട്ട് നിനക്ക് എങ്ങനെയാ തെളിയിക്കാൻ പറ്റുക? അതൊന്നും എന്നോട് പറയുന്നു പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാം കൂടി പറഞ്ഞാൽ ഇവിടെ നമുക്ക് സമയമില്ല. നമുക്ക് രക്തം പരിശോധിക്കാൻ വേണ്ടുള്ളൂ. രക്തം പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഡോക്ടർമാർ ഫുള്ളായിട്ട് എടുക്കലുണ്ടോ? നിങ്ങൾ ഷുഗർ ഉണ്ടോ നോക്കാൻ രക്തം പരിശോധിക്കുമ്പോൾ ഫുള്ള് കൊടുക്കലുണ്ടോ? ഫുള്ള് കൊടുത്താൽ പിന്നെ മൺ റബ്ബുക്കാന്ന് കേൾക്കണ്ടേ? കുറച്ചേ കൊടുക്കുള്ളൂ. അപ്പൊ രവീന്ദ്രൻ ഇദ്ദേഹത്തിന് ഏത് രക്തം എന്താണ് കയറ്റിയതെന്ന് അറിയേണ്ട ആവശ്യം എനിക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, അതിൽ പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചാൽ എന്താ അറിയോ? അവൻ പറഞ്ഞു, ഖുർആൻ മൊത്തം പരസ്പര വൈരുദ്ധ്യമാണ്. കാരണം ഖുർആനിൽ ഒരു സ്ഥലത്തുണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് വെള്ളത്തിനാണെന്ന്, വേറെ സ്ഥലത്തുണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് മണ്ണിനാണെന്ന്, വേറെ സ്ഥലത്തുണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് ബീജത്തിനാണെന്ന്. ഇതിലേതാ ശരിയെന്ന് വെച്ചു. ആഹാ, അപ്പോ ഇതൊക്കെ ഖുർആനിലുണ്ടാകുമ്പോ പരസ്പര വൈരുദ്ധ്യമായല്ലോ എന്നാണ് രവീന്ദ്രൻ സാറ് കോഴിക്കോട് വെച്ചുകൊണ്ട് 2.5 മണിക്കൂർ വെച്ചുകൊണ്ട് ചിരിച്ച് കളിച്ച് പരിഹസിച്ച് സ്ഥാപിച്ചത്. ഇവനെ കേട്ട് അങ്ങ് വിശ്വസിച്ച് ഇസ്ലാം എന്ന് പുറത്തും പോയി. എന്നിട്ടാ എനിക്ക് വിളിക്കുന്നത്. ഞാനപ്പോ വൈകുന്നേര സമയത്ത് ഒരു ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചായയും പഴംപൊരി. ഞാൻ പറഞ്ഞു, ഇതാണോ ഇപ്പൊ രവീന്ദ്രൻ സാറ് പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം? ഇത് തീർന്ന ഒക്കെ തീരുമോ? ഇത് തീർന്ന ഒക്കെ തീർന്നു, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു. ഇത് ഞാൻ ഒരു പഴംപൊരിമ തീർത്തരാറ്. ഞാൻ ഒറ്റ പഴംപൊരിമല്ലോ. ഞാൻ എത്ര ആളുകളോട്, എനിക്കറിയില്ല, നിങ്ങൾ ആ ഭാഗം ചിന്തിക്കാത്ത ആളുകളോട് ചോദിച്ചിട്ടുണ്ടാവും. ആ ചില സമയത്ത് കിബിർ പറ്റുന്ന എന്നുള്ള ഹദീസ് എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ 9 കൊല്ലം പള്ളിയർസിൽ പഠിച്ച ആളാണ്, ഈ 100 ചോദ്യം ചെയ്യാൻ 10,000 മറുപടി പറയുന്നത്. അപ്പം പറ്റും. അത് പറ്റുന്ന സമയമുണ്ട്, അപ്പൊ പറയാം. അപ്പൊ പിന്നെ എങ്ങനെ ചുരുങ്ങരുത്. അപ്പൊ അന്തസ്സിൽ ഡീസന്റ് ഉള്ള വർത്താനം പറയാം. ഞാൻ അവനോട് പറഞ്ഞു, 100 ചോദ്യം ചോദിച്ചാൽ ഞാൻ ഒരു 10,000 മറുപടി വരും. അത് പഠിച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഒരുങ്ങിക്കണെന്ന്. ഇതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇത് കഴിഞ്ഞ ഒക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊരു പഴംപൊരിമ തീർത്തരാം. എന്താണ് ഈ പഴംപൊരി? എന്റെ കയ്യിലൊരു പഴംപൊരിയാണ്, എനിക്കിതിനെ കുറിച്ച് പറയാം. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയാന്ന് വെച്ചാൽ എനിക്ക് പറയാം. ഇത് മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയാണ്, ഇത് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയാണ്, ഇത് മഞ്ഞൾ കൊണ്ട് ഉണ്ടാക്കിയാണ്, ഇത് വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കിയാണ്. ഏതാ ശരിയെന്ന് വെച്ച് അവൻ പറഞ്ഞു, അതൊക്കെ ശരിയാണെന്ന് പറഞ്ഞു. എടാ, ഒരു പഴംപൊരിന്റെ വിഷയത്തിൽ ഇതൊക്കെ ശരിയാണെങ്കിൽ ഒരു മനുഷ്യന്റെ രൂപത്തിൽ വെള്ളം കൊണ്ടുണ്ടാക്കിയാണ്, മണ്ണ് കൊണ്ടുണ്ടാക്കിയാണ്, ബീജം കൊണ്ടുണ്ടാക്കി ഒക്കെ ശരിയായി കൂടെ. പഴംപൊരി 4 കൊണ്ടുണ്ടാക്കിയാണ് ശരി, മനുഷ്യൻ ഒന്നുണ്ടോ? ഇതിൽ 4 ചേരുവുണ്ട് എന്ന് അർത്ഥം വെച്ചാ പോരെ? അപ്പോഴാണ് അവന് നേരം വെളുക്കുന്നത്. എന്നിട്ട് ഇപ്പൊ എന്നോട് പിന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത്ര ഉള്ളു സ്ഥായ കാര്യങ്ങളില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ, ഹിദായത്ത് പോവാൻ നിൽക്കണ്ട. ഹിദായത്ത് അങ്ങോട്ട് പോയാൽ ഒന്നും മനസ്സിലാവില്ല. ഇനി മേലാൽ യുക്തിവാദികളുടെ പ്രസംഗം കേൾക്കരുത് എന്നുള്ളൊരു വാണിംഗ് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ മൊബൈൽ വെച്ചത്. ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളതാണ്, ഇവരുണ്ടാക്കി തുടങ്ങുന്ന എല്ലാ പൊട്ടിക്കണ കഥീനുണ്ടല്ലോ, അതിനൊക്കെ നമ്മളടുത്ത് മരുന്നുണ്ട്, എല്ലാത്തിനുണ്ട്. ഒരു കഴമ്പില്ലാത്ത കുറെ പരിഹാസങ്ങളും പൊട്ടച്ചിരികളും എന്നിട്ട് അങ്ങനെ അട്ടഹസിക്കുക, അതൊക്കെ ശരിയാണെന്ന് കരുതിയിട്ട് കുറെ ആളുകൾ ഇസ്ലാമിൽ ലെഫ്റ്റ് അടിച്ച് പോവുക, എന്നിട്ട് എക്സ് മുസ്ലിമീങ്ങൾ പറഞ്ഞിട്ട് ഒരുമിച്ച് വിടുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അവരെ ആക്ഷേപിക്കുന്നില്ല, വിമർശിക്കുന്നില്ല, സങ്കടം വരികയാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിലില്ലേ പടുകൂറ്റൻ പണ്ഡിതന്മാർ? പള്ളി ദർസിൽ ഉണ്ടാവില്ല മുദരിസുമാർ, അല്ലെങ്കിൽ സമസ്തയിൽ ഉണ്ടാവില്ല ആലിമീങ്ങൾ. അവരൊക്കെ പോയി കണ്ട് സംശയമാണെങ്കിൽ മോനെ അതൊക്കെ പോയി തീർക്കല്ലേ വേണ്ടത്. വെറുതെ കളവ് പറയണോ? ചോദിക്കുമ്പോഴേക്ക് കണ്ണൂരിട്ടേണെന്ന് കളവ് പറയണോ? എന്തിനാ ഈ കളവ് പറയുന്നത്? ഇതൊക്കെ പഠിക്കാത്തവർ. ഇതിപ്പോ എല്ലാം പഠിച്ചിട്ട് കിട്ടാത്ത ആള് നിങ്ങൾ മാത്രമാണോ? ഇതൊക്കെ പഠിച്ചവർ തന്നെയല്ലേ എല്ലാവരും. പിന്നെ ഇൽമ 3 രീതിയിലുണ്ട് എന്നത് ഉറപ്പാണ്. അത് സയൻസിലില്ലേ, ക്വാണ്ടം ഫിസിക്സ്. എന്താന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് വെളുത്ത രോമം മറിച്ചു തരും.
എന്താ ബിഗ് ബാങ് തിയറി? എന്താ അന്ന് പൊട്ടാൻ കാരണം? തലേന്ന് എന്താ പൊട്ടാതിരുന്നത്? എന്താ പിറ്റേന്ന് പൊട്ടായിരുന്നു? ആ പൊട്ടൽ എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു? പറഞ്ഞുണ്ടോ? അങ്ങനെ പറഞ്ഞുണ്ടോ? ഈ പദാർത്ഥ ലോകത്ത് സ്വന്തമായി ഉണ്ടായ എന്തെങ്കിലും ഒന്ന് പേരും കൊണ്ട് പറഞ്ഞുണ്ടോ? ഇതൊക്കെ വിശ്വസിക്കാം അല്ലേ? ഇതൊക്കെ ശരീഅത്തിന്റെ ഏതെങ്കിലും ഒരു ഹുക്കുമിനെ ഹിക്മത്ത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനെ തള്ളും ചെയ്യാം. ഇതിന്റെ പേരെന്താ പ്രിയപ്പെട്ട മോനെ? വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഈ പദാർത്ഥ ലോകത്ത് നാം കാണുന്നതൊന്നും സ്വന്തമായി ഉണ്ടായതല്ല. എല്ലാത്തിന്റെയും പിറകിൽ ഒരു സബബുണ്ട്. ചക്കക്കുരു ചക്കയിൽ നിന്നുണ്ടായതാണ്, ചക്ക പ്ലാവിൽ നിന്നുണ്ടായതാണ്, പ്ലാവ് ഭൂമിയിൽ നിന്നുണ്ടായതാണ്, ഭൂമിയോ സ്വയമായി ഉണ്ടായതാണ്. എങ്ങനെയുണ്ട്? ചക്കക്കുരു ചക്കയിൽ, ചക്ക പ്ലാവിന്ന്, പ്ലാവ് ഭൂമിന്ന്, ഭൂമിയോ അത് സ്വന്തം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്താ പറയാ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു മുൽഹിദ്, ഒരു യുക്തിവാദിയുമായി സംവദിക്കുകയാണ്. അപ്പൊ യുക്തിവാദി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ പടച്ചോനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പടച്ചോനെ തൊട്ടിട്ടുണ്ടോ? ഇല്ല. പടച്ചോനെ മണത്തിട്ടുണ്ടോ? ഇല്ല. പടച്ചോനെ രുചിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ പടച്ചോനെ വിശ്വസിക്കുക? അപ്പൊ പടച്ചോനെ വിശ്വസിക്കണമെങ്കിൽ കാണണം, തൊടണം, മണക്കണം, പിന്നെ രുചിക്കണം. ഇതൊക്കെ അത് ഇൽമിന്റെ ആലാത്താണ്. പടച്ചോനെ ഇൽമിന്റെ ആലാത്തൊക്കെ അല്ലാഹു തആല മുകളിലാണല്ലോ കൊണ്ടുവച്ചത്. കണ്ടറിവ് കണ്ണ് മേലെയാണ്, മണത്തറിവ് മൂക്ക് മേലെയാണ്, കേട്ടറിവ് ചെകിട് മേലെയാണ്, രുചിച്ചറിവ് നാവ് മേലെയാണ്. കാരണം ഇൽമിന്റെ ആലാത്തുകളൊക്കെ അല്ലാഹു തആല മനുഷ്യ ശരീരമാകുന്ന രാഷ്ട്രത്തിന്റെ മേലേ ഭാഗത്ത് കൊണ്ടുവച്ചു. അപ്പൊ അതിനൊരു അർത്ഥമുണ്ട്. നമ്മൾ ഖുർആൻ മേലെ കൊണ്ടുവെക്കണം, കാരണം ഇൽമിന്റെ ആലത്താണ്. സ്വഹീഹ് ബുഖാരി മേലെ കൊണ്ടുവെക്കണം, അതിന്റെ മേലെ പാസ്പോർട്ട് വെക്കരുത്. കാരണം അല്ലാഹു തആല കണ്ണ് കീഴ്പ്പെട്ടും ഗുഹ്യസ്ഥാനം മേപ്പെട്ടും വെച്ച എന്തായിരിക്കും അവസ്ഥ? കാരണം ഗുഹ്യസ്ഥാനം കൊണ്ട് ഒരു ഇൽമില്ലല്ലോ. എന്താ ഉള്ളത്? കുടിച്ച് വേസ്റ്റായത് പുറത്ത് കളയാനുള്ള പൈപ്പ് എന്നല്ലാതെ വേറെന്താ? അത് അല്ലാഹു തആല താഴോട്ട് വെച്ചു. കണ്ടോ നിങ്ങള്? ഇൽമിന്റെ ആലാത്തൊക്കെ മേലെ കൊണ്ടുവച്ചു. സുബ്ഹാനല്ലാഹ്. മനുഷ്യ പ്രകൃതിയിൽ തന്നെ അല്ലാഹു തആല ദൃഷ്ടാന്തം തന്നു. ഫി അൻഫുസിക മേലെയാണ്, ഇൽമിന്റെ ആലാത്തെല്ലാം മേലെയാണ്. ഇത് അല്ലാഹു നൽകിയിട്ടുള്ള പ്രകൃതിയിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ദൃഷ്ടാന്തമാണ്. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനോട് യുക്തിവാദി ചോദിക്കുകയാണ്, പടച്ചവനെ കണ്ടിട്ടുണ്ടോ? പടച്ചവനെ രുചിച്ചിട്ടുണ്ടോ? പടച്ചവനെ മണത്തിട്ടുണ്ടോ? പടച്ചവനെ നേരിട്ട് കേട്ടിട്ടുണ്ടോ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല 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 ഇല്ല. യുക്തിവാദി ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തിരിച്ച് മറുപടിയല്ല, തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്. ഇതാണെന്ന് പ്രബോധകന്മാര് പഠിക്കേണ്ടത്. നമ്മളൊരു മയ്യത്തും യുക്തിവാദികൾ മുങ്കർ നക്കീറും ആവാൻ സമ്മതിക്കരുത്. തിരിച്ച് കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ടും ചോദിക്കാനുള്ളൊരു പാഠവുമാണ്, പാണ്ഡിത്യമാണ്, പഠനമാണ് നമുക്ക് വേണ്ടത്. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, നിനക്ക് ബുദ്ധിയുണ്ടോ? അപ്പോൾ യുക്തിവാദി പറഞ്ഞു, ബുദ്ധിയുണ്ട്. നീ നിന്റെ ബുദ്ധിയെ കണ്ടിട്ടുണ്ടോ? ബുദ്ധിയെ തൊട്ടിട്ടുണ്ടോ? ബുദ്ധിയെ രുചിച്ചിട്ടുണ്ടോ? ബുദ്ധി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബുദ്ധി ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ? ബുദ്ധി ആരെങ്കിലും മണത്തിട്ടുണ്ടോ? ബുദ്ധി ആരെങ്കിലും രുചിച്ചിട്ടുണ്ടോ? യുക്തിവാദി പറഞ്ഞു ഇല്ല. അപ്പൊ ചോദിച്ചു, ആന്ത മജ്നൂൻ അം ആഖിൽ? നീ ഇപ്പോ ഭ്രാന്തനാണോ ബുദ്ധിയുള്ള ആളാണോ? അപ്പൊ തന്നെ തീരുമാനമായി അവിടുന്ന്. അതാണ് വാദപ്രയാസം. അതാണ് അപ്പൊ തന്നെ തീരുമാനമായി. കാരണം എല്ലാം ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ കറണ്ട് ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കറണ്ട് കണ്ട ഒരാളുണ്ടെങ്കിൽ ഒന്ന് എണീറ്റിക്ക്. നിങ്ങളെ ഈ നാട്ടില് നാളെ നിങ്ങളെ കാലിയാക്കി തരാം. അതുകൊണ്ടാണ് ഈ നാട്ടിൽ കറണ്ട് കണ്ട ഒരാളുണ്ടെങ്കിൽ, ഇതൊന്നും കറണ്ട് അല്ല, ഇത് കറണ്ട് ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. ആകാശം പടച്ചോനല്ല, പടച്ചോണ്ട് എന്നുള്ളതിന് തെളിവാണ്. ഇതിന്റെ സ്ഥാനത്താണ്. ഇത് കറണ്ട് ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. നമ്മൾ സാധാരണ പറയല അങ്ങനെയല്ലേ, കറണ്ട് ഉണ്ടോ നോക്കാം, ബൾബ് എത്തി, കറണ്ട് ഉണ്ട്, തെളിവ് മനസ്സിലായി. ഇതുകൊണ്ട് മനസ്സിലായി കറണ്ട് ഉണ്ട്. പിന്നെന്താണ്? വയറും കണ്ട് മുറിച്ചിട്ട് തൊട്ട് നോക്കണം, നാട്ട തൂങ്ങിയാൽ അങ്ങനെ തൂങ്ങാം. പിന്നെ നമുക്ക് വിവരം ഉണ്ടാവില്ലല്ലോ, പിന്നെ മറ്റൊരു ലോകത്തേക്കാ പോകുന്നത്. കറണ്ട് ഇവിടെ ആരും കണ്ടിട്ടില്ല.